Say hi to Malayalis. Hi, Namaskaram. I am Sidhu from Mumbai. I am traveling all India for Gurdwara. ഞങ്ങൾ ഏകദേശം അഹമ്മദാബാദ് എത്താൻ ഒരു 100 കിലോമീറ്റർ ഓടിയുള്ളൂ. ഭയങ്കര പൊടിക്കാറ്റ്, എജാതി പൊടിക്കാറ്റ്. ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ യാത്രയിലെ 5ാമത്തെ ദിവസമാണ് ഇന്ന്. മെയ് 13. ഞങ്ങൾ നാസിക്കിലാണുള്ളത്. രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. ഹോട്ടൽ രാധിക. ഇന്നലെ രാത്രി ഫുഡ് കഴിച്ച റെസ്റ്റോറൻ്റാണ് അൽ ആസിം. അതിന് നേരെ ഇപ്പുറത്ത് തന്നെയാണ്. നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഈ കാണുന്ന ഹൈവേയിലൂടെ നമ്മൾ നേരെ അഹമ്മദാബാദ് പോകും. നമ്മൾ പോകുന്നത് ഈ ഹൈവേ കൂടെയാണ്. ഇന്നലെ മുംബൈയിൽ നിന്ന് നാസിക്കിലേക്ക് വന്ന ഹൈവേൻ്റെ കണ്ടിന്യൂവേഷനാണ്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അഫ്ഷാനും സംസും ഭക്ഷണം കഴിക്കാണ്ടി കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കഴിക്കുന്ന ഹോട്ടൽ രാധിക. പോയി നോക്കാം എന്താ ഉള്ളത് എന്നുള്ളത്. നമ്മൾ നേരെ അഹമ്മദാബാദാണ് പോകുന്നത്. പോകുന്ന വഴിയിലൊന്നും കാണുന്നൊന്നുമില്ല. നേരെ ഭക്ഷണം കഴിക്കുന്നു, നേരെ അഹമ്മദാബാദ് പോകുന്നു. ഗീ റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു കുറച്ച് ഗീ വെച്ചിട്ടാണ്. പക്ഷെ നല്ല രസമുണ്ട്. സാമ്പാർ ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങളൊരാൾ പരിചയപ്പെട്ടു. മൂപ്പര് ഇവിടെ ഉള്ള ആളാണ്, നാസിക്കിലുള്ള ആളാണ്. മൂപ്പര് കോഴിക്കോട് കുറേ കാലം ഉണ്ടായിരുന്നു. മലയാളമൊക്കെ പറയും. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മൂപ്പര് മലയാളം പറഞ്ഞവരാണ് ഇവിടെ ഉള്ള ആൾ നമ്മളോട് സംസാരിച്ചത്. ഇയാൾ കാസർഗോഡുള്ള ഒരാളാണ്. ഞങ്ങൾ ചായ കുടിച്ച് പോവാണ്. നമ്മളെ കാസർഗോഡുള്ള കൃഷ്ണേട്ടൻ്റെ കടയിൽ നിന്ന് ദോശ കഴിച്ച് നമ്മൾ നേരെ അഹമ്മദാബാദ് പോവാണ്. സുൽത്താൻ അഹമ്മദ് ഷാ 15ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച വലിയൊരു നഗരമാണ് അഹമ്മദാബാദ്. വൈബ്രൻ്റ് ആയിട്ടുള്ള കൾച്ചറും ടൂറിസവും വ്യവസായവും നിറഞ്ഞു നിൽക്കുന്ന വലിയ നഗരം. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം. ഒരു 10 കാലം ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം സമർപ്പിക്കുകയായിരുന്നു. സബർമതി ആശ്രമം ഇപ്പോൾ ഒരു മ്യൂസിയവും ഒരു പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷൻ കൂടിയാണ്. മാഞ്ചസ്റ്റർ ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്ന നഗരമാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ്. ബ്രിട്ടീഷ് കോളനി ഭരണം മുതൽ ടെക്സ്റ്റൈൽ വ്യവസായത്തിന് വളരെ പ്രശസ്തമാണ് അഹമ്മദാബാദ് നഗരം. സബർമതി ആശ്രമം, അദലജ് സ്റ്റെപ്പുവൽ, ജാമി മസ്ജിദ്, സീതി സയ്യിദ് മോസ്ക് തുടങ്ങി നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളാൽ സമൃദ്ധമാണ് അഹമ്മദാബാദ് നഗരം. ഞങ്ങൾ പോകുന്ന നാഷണൽ ഹൈവേ 360 നാസിക്കിൽ നിന്ന് വാപ്പി വഴി സൂറത്ത് വഴി അഹമ്മദാബാദിലേക്കുള്ള റോഡിലാണ് നമ്മൾ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റോഡാണ്. റോഡിൻ്റെ 2 ഭാഗത്തും നിറച്ച് മുന്തിരിത്തോട്ടങ്ങളാണ്. മുന്തിരിത്തോട്ടാണ്. ചോളുണ്ട്, കരിമ്പുണ്ട്, കരിമ്പ്, മുന്തിരി തോരും. അതെ, നോക്ക് നമ്മളവിടെ വന്ന് നമ്മൾ റോഡ് സൈഡിൽ തന്നെ കരിമ്പ്, മുന്തിരി, പിന്നെന്താ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം. അതെ ഷൂട്ട് ചെയ്ത് പോരല്ലേ. കാണാൻ പറ്റും. ഫുള്ള് മുന്തിരിയാണ് 2 വശത്തും മുന്തിരി. ചില സ്ഥലങ്ങളിൽ കരിമ്പുണ്ട്. നല്ല കാലാവസ്ഥ, വലിയ വെയിലൊന്നുമില്ല. ഇപ്പൊ സമയം ഏകദേശം 10 മണിയായില്ലേ, 11 മണിയായി. 11 മണിയായിട്ടും അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയാണ്. ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തി, നമ്മൾ ഹൈവേയിൽ സൈഡാക്കി. ഞങ്ങൾ എന്താ വെച്ചാൽ കുറേ വണ്ടികൾ ഇങ്ങനെ ട്രാക്ടർ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ നോക്കിയപ്പോൾ വന്നതാണ്. നമ്മളോട് ആ പിക്കപ്പിലുള്ള ആളൊക്കെ കൈയാണിച്ച് കുറേ സംസാരിച്ച്. ഇവിടെ ഉള്ളി ഫാക്ടറിയാണ്. ഉള്ളിയിൽ ലോഡ് എടുക്കാൻ വന്ന ആൾക്കാർ. നമ്മളിങ്ങനെ നടന്ന് പോയോട്ടെ എന്താണ് ഉള്ളി ഫാക്ടറിയിലുള്ളത്. ഇവരൊക്കെ ഇവിടെ ഉള്ളി എടുക്കാൻ വന്നവരാണ്. ഇവിടുത്തെ ഉള്ളി ശേഖരിച്ച സ്ഥലങ്ങളാണ് ഇതൊക്കെ. നമ്മളെ നാട്ടിൽ എത്തുന്ന നല്ല അടിപൊളി ഉള്ളി കുറേ ഉണ്ട് ഇവിടെ നിന്ന്. ഇവിടുന്ന് കൊണ്ടുപോകുന്നതാണോ ഇവിടുത്തെ? ഇത് തൂക്കുക അല്ലേ? ഇവിടെ സംഭരിക്കും അല്ലേ? ഇവിടെ കൊണ്ടുവന്ന് തൂക്കി ഇറക്കി പോയിക്കില്ലേ ചെയ്യാം. അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണ്. നമ്മളോട് പോലെയൊക്കെ സംസാരിച്ച് ഇത് ചെറിയ കൃഷിക്കാരെ ഓലെന്താക്കാണ്, ഓലെ ഉള്ളിയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ തൂക്കും. ഈ സ്ഥലത്ത് നിന്ന് വലിയ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ഗോഡൗൺ ആണ്. ഇവിടുത്തെ ഉള്ളി കളക്ട് ചെയ്യുന്ന ആൾക്ക് വിൽക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് നമ്മളെ നാട്ടിലൊക്കെ ഇവിടെ നീക്കി മിക്കവാറും അത് കയറ്റി വിടുന്നത്. അങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവർ പറയുന്ന ഭാഷ നമുക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല. ഇത് വലിയ
ഗോഡൗൺ ആണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് അങ്ങനെ എല്ലാവരോട് ചോദിച്ചിട്ട് കറക്റ്റ് നമുക്ക് കൊണ്ട് മനസ്സിലാവുന്നില്ല. ഏതായാലും ഇവിടെ കുറേ പണിക്കാരൊക്കെ ഉണ്ട്. ഇവർ ഉള്ളി നല്ലതും മോശമുള്ള ചിലപ്പോൾ തരംതിരിച്ചിട്ട് കയറ്റി ഇവിടേക്ക് ചെയ്യാം. വലിയ ഫാക്ടറിയാണ്, വലിയ. നേരെപ്പുറത്ത് നല്ല അടിപൊളി മുന്തിരിത്തോട്ടവും കാര്യങ്ങളും. ഇവിടുത്തെ പണിക്കാരും ഓരോ ഫാമിലിയൊക്കെ അവിടെ തന്നെ. ലോഡുള്ളി ഉണ്ട്, ഒരു ലോഡുള്ളി ഇവിടെ തൂക്കുന്നു, നമ്മളെ നാട്ടിലേക്ക് കടത്തി വിടുന്നു, കയറ്റി വിടുന്നു. ഞങ്ങൾ ഓരോട് ചോദിച്ച് ഇവിടെ എന്താ സംഭവം. അപ്പോൾ ഇവിടുത്തെ ചെറുകിട കൃഷിക്കാരെന്താക്കും, ഓരോ ഉള്ളിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വില വിൽക്കും. എന്നിട്ട് ഇവിടുന്ന് എന്താക്കും, ഇവിടുന്ന് സൈസും, അതായത് ഉള്ളി പല സൈസുണ്ടായാലും ഒക്കെ തരംതിരിച്ച് ഇവിടുത്തെ പണിക്കാരുണ്ട് കുറേ, അതിൽ തരംതിരിച്ച് ഇവിടുന്നാണ് ചാക്കിലാക്കി നമ്മളെ നാട്ടിൽ നോക്കാം അതിൽ കയറ്റി വിടുന്നത്. എന്നാലും കുറേ ഉണ്ട്, ഒരു ലോഡ് ഉള്ളി. ഈ ഏരിയ മൊത്തം ഒരു ഉള്ളിൻ്റെ ഒരു വ്യവസായമുള്ള ഒരു ഏരിയയാണ്. ഗോഡൗണുകളും പണിക്കാരും കുറേ ട്രാക്ടറുകളും, അതെ ഫുൾ ഉള്ളി ഏരിയ. ഉള്ളി നമ്മളെ പോലീസ് സീറ്റ് ബെൽറ്റ് ഇപ്പോൾ ഊരിയ ജസ്റ്റ് മഹാരാഷ്ട്ര ബോർഡർ ഞങ്ങൾ പോലീസ് പിടിച്ചു. ഗുജറാത്തിൽ കയറുന്നിടത്തുനിന്ന് കേലിയറിനും സ്ലിപ്പ് ചോദിച്ചോക്കല്ലേ. അപ്പോൾ കേലിയറിനും ടിൻഡ് ഗ്ലാസിനും കൂടി 1500 വേണമാണ്. സ്ലിപ്പ് തരണമെങ്കിൽ 1500, സ്ലിപ്പ് വേണ്ടെങ്കിൽ 500 തരാതെ. അങ്ങനെ ഏതായാലും 500 കൊടുത്ത് ഞങ്ങൾ പോകുന്നത്. ഞങ്ങള് മഹാരാഷ്ട്രയിൽ നിന്ന് ഗുജറാത്ത് ബോർഡർക്ക് അടുക്കനു. ഏതായാലും മഹാരാഷ്ട്ര പോലീസ് ഒന്ന് പൊക്കി. ആദ്യമായിട്ടാണ് പൊക്കിയ മഹാരാഷ്ട്രയിൽ നിന്ന് പൊക്കിയത്. ഇന്റീരിയറിനും ടിൻഡ് ഗ്ലാസിനും ഫൈനും ആണ് 1500 റുപ്യ. അങ്ങനെ 500 തന്നാൽ റെസിപ്റ്റ് തരൂല, പൊയ്ക്കോളി ഇറങ്ങി. നമ്മൾ ഏകദേശം മഹാരാഷ്ട്ര കഴിയാനായി. ഒരു ചെറിയ 2 ടൗണും കൂടി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗുജറാത്തിലേക്ക് കയറും. നമ്മൾ പോകുന്ന വഴിയിലുള്ള അതിമനോഹരമായ കാഴ്ചകളാണ്. റോഡിൻ്റെ 2 വശവും ഇതേ കാഴ്ചകളാണ്. ഏകദേശം കുറേ ദൂരമായിട്ട് നമ്മൾ മഹാരാഷ്ട്ര ഗുജറാത്ത് ബോർഡർ കിടക്കുന്ന സ്ഥലത്താണ് പൂർണ്ണ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ ഉള്ളത്. നമ്മൾ അതിലെ പോകുമെന്നറിയില്ല. ചിലപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗത്തിലൂടെയൊക്കെ നമ്മൾ പോകും. മഹാരാഷ്ട്ര കഴിഞ്ഞ് ഗുജറാത്തിലേക്ക് കയറാണ്. അവിടെ എന്താ ചെറിയ പൈസ കൊടുക്കണം അല്ലേ? കാറിന് ലൈറ്റ് പാസഞ്ചർ വെഹിക്കിള് 30 എന്തിനാണ് പൈസ കൊടുക്കണം? തമിഴ്നാട്ടിൽ പോവാ. ഇവിടെ പൈസ കൊടുക്കണം. ഗൈസ്, നമ്മളങ്ങനെ ലഡാക്ക് യാത്രയിൽ നമ്മൾ അഞ്ചാമത്തെ സംസ്ഥാനത്തേക്ക് കയറി, ഗുജറാത്തിലേക്ക് കയറി. നല്ല കാലാവസ്ഥ, നല്ലൊരു ക്ലൈമറ്റ്. നമ്മളിങ്ങനെ പോവാണ്. നമ്മൾ പോകുന്നത് ഫുള്ള് ഗ്രാമങ്ങളാണ്. നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെ ഇരുവശത്തും. അടിപൊളി കാഴ്ചകൾ. ഞങ്ങള് ഗുജറാത്തിലെ പൂർണ്ണ വൈൽഡ് ലൈഫ് സാങ്ച്വറിന്റെ ഭാഗത്തു കൂടാണ് പോകുന്നത്. വളരെ വിരളായിട്ടാണ് ചെറിയ ഗ്രാമങ്ങൾ ഈ റോഡിൽ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിലൊക്കെ സൂറത്ത് എത്തേണ്ടി വരും. നേരെ സൂറത്ത് വഴി അഹമ്മദാബാദിലേക്കുള്ള റോഡാണ്. നമ്മൾ നാസിക്കിൽ നിന്ന് വന്ന വഴിയാണിത്. നമ്മൾ വണ്ടി ജസ്റ്റ് പാസ് ചെയ്താലാണ് കരിമ്പ് ജ്യൂസ് കാണുക. അപ്പോൾ നമ്മൾ തിരിച്ചു വന്ന് ജ്യൂസ് കുടിക്കുകയാണ്. നല്ല കരിമ്പ് ജ്യൂസ് ഉണ്ട്. ഇവിടെ ഉള്ള തന്നെ ആയിരിക്കും. ഇവിടെ ഇരിക്കാനുള്ള ചെറിയ സെറ്റപ്പ് ഉണ്ട്. ഷാനും ഹംസും
അത് ബാക്ക്ഗ്രൗണ്ടിൽ എന്താ മൾബറിയാണെന്ന് തോന്നുന്നുണ്ട്, നനയ്ക്കൊക്കെ ചെയ്യുന്നത്. അടിപൊളി ജ്യൂസ്, നല്ല ഫ്രഷാണ്, നല്ല കുത്തലുള്ള. കരിമ്പീസ് കുടിച്ച് പോവാണ്. ഞങ്ങളുടെ അടുത്ത ചേച്ചി നല്ല അടിപൊളി കരിമ്പിന്റെ കഷ്ണവും തന്നെ. ഒരു ഗ്ലാസ്സിന് 15 റുപ്യ. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള ഫ്രഷ്. സൂറത്ത് എത്താനായിട്ടുണ്ട് ഏകദേശം. നമ്മൾ വന്ന വഴിയാണത്. നമ്മൾ നേരെ അങ്ങോട്ട് പോകും. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലഞ്ച് കഴിക്കാൻ ഇറങ്ങിയാണ്. നേരെ ബാക്കിലുള്ള റെസ്റ്റോറൻറ്റിൽ പോയി നോക്കാം. വായിക്കാൻ കിട്ടുന്നില്ല, എന്തോ ഒരു ഹിൽസ് എന്നാണ് പേര്. ഏതായാലും ഫുഡ് പോയി നോക്കട്ടെ, കഴിച്ചോക്കട്ടെ. ഉള്ളി കിട്ടിയിട്ടുണ്ട്, ഉള്ളിയും നാരങ്ങയും. പക്ഷെ അത് കഴിക്കണേ. ഇതൊക്കെ ഏകദേശം ഒരു ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ ഫ്ലവർ സ്റ്റാൻഡൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി ഇൻറ്റീരിയൽ. ഇതിൻ്റെ തന്നെ നമ്മളെ നാട്ടിലുള്ള പോലെ മജ്ലിസിൻ്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇത്രയും ദിവസമായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഈ മജ്ലിസ് സെറ്റപ്പ് കാണുന്നത്. നല്ല അടിപൊളി വൃത്തിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം കാത്തിനു ശേഷം ഫുഡ് എത്തി. റൊട്ടി, പനീർ ടിക്ക മസാല. ഇവിടെ വെള്ളത്തിന് എന്തോ ഒരു വിഷയമുണ്ട്, എന്തോ പൈപ്പ് വർക്ക് ചെയ്യാതെ എന്തോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. കൈ കഴുകിയതൊക്കെ ഇതുപോലുള്ളൊരു ജഗ് എന്നാണ്. അപ്പം കഴിക്കാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കുറച്ച് ടൈം പോയി, വെയിലൊക്കെ പോയി. വെയിൽ പക്ഷേ നല്ല ചൂട്, ഇങ്ങൽ. ഞങ്ങളേതായാലും നേരെ പോട്ടെ, കുറച്ച് ലേറ്റായി. ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് നേരെ കുറച്ച് ദൂരം പോകുന്നു. ഒരു 100ഓളം കിലോമീറ്റർ പോകുന്നു. നാഷണൽ ഹൈവേ 48 കയറിയിട്ടുണ്ട്. നാഷണൽ ഹൈവേ 48 ചെന്നൈ മുതൽ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹി വരെയുള്ള ഒരു നാഷണൽ ഹൈവേ ആണ്. 2268 കിലോമീറ്ററോളം നീണ്ടെടുക്കുന്ന, നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും ബന്ധിപ്പിക്കുന്ന മേജറായിട്ടുള്ളൊരു NH ആണ്. അപ്പോൾ അതിന് നമ്മൾ അഹമ്മദാബാദ് വരെ NH 48 കത്തിക്കും. ഓക്കെ, അപ്പോൾ ടോളോ കൊടുത്ത് പോട്ടെ. യാത്രയുടെ ഇടയിൽ കണ്ടതാണ് ഒരു സിക്കാരൻ ഒറ്റക്ക് ഓൾ ഇന്ത്യ ഗുരുദ്വാര ട്രിപ്പിന് ഇറങ്ങിയതാണ്. മൂപ്പര് കണ്ട് ഹായൊക്കെ പറഞ്ഞപ്പോൾ ഓൾ ഇന്ത്യ ഗുരുദ്വാര ദർശൻ. ഞങ്ങളേതായാലും മൂപ്പര് സൈഡാക്കാൻ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാം. ഞങ്ങൾ മൂപ്പരൊന്ന് പോയി കാണട്ടെ. മൂപ്പരെ പോയി കണ്ട് ഹായ്. ഇവര് ഗുരുദ്വാര ഓൾ ഇന്ത്യ ഗുരുദ്വാര ദർശൻ ഇറങ്ങിയതാണ്. ഏകദേശം ഒരു വർഷത്തോളം എടുക്കും. മൂപ്പര് തുടങ്ങിയത് മുംബൈയിൽ നിന്നാണ്. മൂപ്പര് പഞ്ചാബിയാണ് ആക്ച്വലി. മൂപ്പര് മുംബൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കറങ്ങി ഏകദേശം നമ്മളെ കേരളത്തിൽ കൊച്ചിയിൽ വരെ ആൾ വരുന്നുണ്ട്. ഏകദേശം ഒരു വർഷത്തോളാണ്. മൂപ്പര് ഒറ്റക്കാണ്, ഫാമിലി ഒന്നുമില്ല. ഫാമിലിയൊക്കെ മുംബൈയിൽ തന്നെയാണ് ഉള്ളത്. മൂപ്പരുടെ പേര് സിദ്ധു എന്നാണ്.
ഒരു ഏകദേശം ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചു തന്നെയാണ്. ചാനലിൻ്റെ പേരാണിത്, സിദ്ധാർത്ഥ് സിംഗ് രാംപാൽ. പിന്നെ മെയ് 10th സ്റ്റാർട്ട് ചെയ്ത് മുംബൈയിൽ എല്ലാ പാക്കിങ്ങും മൂപ്പരുതാ. നമ്മളെടുത്ത പോലെ തന്നെ ഏകദേശം വാട്ടർ ഉണ്ട്, ലഗേജ്, പിന്നെ ഡെയിലി ആക്ടിവിറ്റീസ്. ഒരു കിടന്നുറങ്ങുന്നൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ. ബട്ട് യു ഹാവ് സ്ലീപ്പിംഗ് ഏരിയ ഇൻ ഗുരുദ്വാരാസ്. You can adjust here. Okay. Say hi to Malayalis. Hi, Namaskaram. I am Sidhu from Mumbai. I'm traveling all India for Gurdwara. That's it. Okay. Thank you. ഗൈസ്, നമ്മൾ ഏകദേശം വഡോദര എത്തി. നമ്മൾ ഒരു വൈകുന്നേരത്തെ ചായ കുടിക്കാൻ ഇറങ്ങിയ 6:45 സമയം. 6:45 നല്ല വെളിച്ചുണ്ട്, ഇരുട്ടൊന്നും ആയില്ല, ഇരുട്ടാണേ ഉള്ളൂ. ചായ കുടിക്കാൻ നിർത്തിയതിനു ഇവിടെ ചെറിയൊരു ചായപ്പീടി നമ്മൾ ഇവിടുന്ന് കുടിച്ച ചായ. ഇനി ഏതായാലും ഇനിയും യാത്ര തന്നെ. ഇനിയും ഒരു 140 കിലോമീറ്റർ കൂടെ ഉണ്ട് അഹമ്മദാബാദിലേക്ക്. അടുത്തിട്ട് വേണം ഉറങ്ങണം. ചിലപ്പോൾ ഇന്ന് ഗുജറാത്തിൻ്റെയും കൊൽക്കത്തേൻ്റെയും കളിയുണ്ട് IPL. ചിലപ്പോൾ അത് കാണും. ടിക്കറ്റൊക്കെ കിട്ടി സൗകര്യം പോലെ ആണെങ്കിലും അതൊക്കെ ഒന്ന് കാണണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ രാത്രി ആയാൽ ഡ്രൈവ് ചെയ്യാൻ നല്ല റിസ്ക്കാണ്. ഗ്ലാസ് ക്ലീൻ ചെയ്തില്ല, പക്ഷെ അതിന് ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യാം. നമ്മൾ ആ ഷെല്ലിൽ നിന്ന് വാങ്ങിയ സാധനമല്ലേ? യെസ്, ഷെല്ലിൽ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റാണ് വിൻഡോ ക്ലീനർ. എന്നോടതാ പക്ഷെ തേച്ചൊരിച്ച് വരച്ച് കാണാം. തോട്ട് പോകണ്ടതിനോട് കാണൂല. തെക്ക് പൊള്ളി. ഞാൻ ഉള്ളത് തൊട്ട് കാണിച്ചു തരണോ? സംസുവിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്പ്രേ ചെയ്തിട്ട്. ഇവിടെ ബസ്സുകളൊക്കെ നിർത്തുന്നുണ്ട്. എല്ലാവരും ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സ്ഥലമാണിത്. ജഗദീഷ് വഡോദരാസ് ടേസ്റ്റ് സിൻസ് 1938. അതുപോലെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ട്, ബക്ലാവയൊക്കെ. ഞങ്ങൾ ഏകദേശം അഹമ്മദാബാദ് എത്താൻ ഒരു 100 കിലോമീറ്റർ കൂടി ഉള്ളൂ. ഭയങ്കര പൊടിക്കാറ്റ്, എജ്ജാതി പൊടിക്കാറ്റ് എന്നാ വീഡിയോയിൽ കാണുന്നത് അത്ര ഒന്നുമില്ല, പക്ഷെ ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒന്നും കാണുന്നൊന്നുമില്ല. മുമ്പോട്ട് വണ്ടികൾ കുറേ നമ്മൾ സൈഡാക്കി, കുറച്ച് ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ചില സമയത്ത് ഒന്നും കാണുന്നില്ല മുന്നിലേക്ക്, ഭയങ്കര പൊടിക്കാറ്റ്. ഏകാലായിട്ടേ ഉള്ളൂ അല്ലേ? ഇവിടെ കണ്ട് കാറ്റ്, ഇവിടെ നല്ല കാറ്റാട്ടോ. ഓഫ് സീന്, നല്ല കാറ്റാണ്. ഒരു സീനല്ലായിരിക്കും. ഇതൊക്കെ വരുന്നുണ്ട് കാലം. ഓലൊക്കെ നോക്ക് പോണ്. ഇവിടെ നല്ല സീനാണ്. മരം കണ്ടില്ലേ? വഡോദരയും അഹമ്മദാബാദിനെയും ബന്ധിപ്പിക്കുന്ന
നാഷണൽ എക്സ്പ്രസ് വേ ആണ്. നാഷണൽ എക്സ്പ്രസ് വേ 1. ഏതായാലും നഗരത്തിലെത്തി. ഇനി നേരെ റൂമിലേക്ക്. നല്ല മഴ ഉണ്ടായിരുന്നു, പൊടിക്കാറ്റുണ്ടായിരുന്നു. ഏതായാലും ഇവിടെയൊക്കെ മഴ ചോർന്നാണ്. ഇനി എന്തോരുണ്ട് പോകാൻ? ഇനി ഏകദേശം 8-9 കിലോമീറ്റർ കഴിഞ്ഞാൽ റൂമിലെത്തും. റൂമിൽ കയറണം, ഫ്രഷ് ആവണം, ഉറങ്ങണം. ഞങ്ങള് അഹമ്മദാബാദ് എത്തി. ഞങ്ങൾ ഏതായാലും ഫുഡ് കഴിക്കാൻ ഇറങ്ങുകയാണ്. നീൽകാന്ത് റെസ്റ്റോറൻറ്റിൽ. അല്ല, വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നേരെ In 300 meters, use any lane to turn slightly left to stay on Lal Bahadur Shastri Road. മഴ പെയ്ത് കഴിഞ്ഞാണുണ്ട്. അതിൽ മഴ ഉണ്ട്. ഞാൻ കയറട്ടെ. ഇതാണ് ഞങ്ങൾ കയറുന്ന റെസ്റ്റോറൻറ്റ്, നീൽകാന്ത് റെസ്റ്റോറൻറ്റ്. നല്ല തണുപ്പ്. ഇതാണ് ഇവിടുത്തെ മെനു. ഞങ്ങളെല്ലാപ്പോഴും പറയും പോലെ ഞങ്ങൾ റൊട്ടി പറഞ്ഞാണ്. ഞാൻ അർഷാനും സംസും ഒരു ഹൈദരാബാദി ബിരിയാണി, ഒരു വെറൈറ്റിക്ക്. മടുത്തിട്ട് പിന്നെ നമ്മൾ എപ്പോഴും പനീറാണ് കഴിക്കല്. പനീർ മസാല, ചീസ് പനീർ. അപ്പോൾ ഇപ്രാവശ്യം ജസ്റ്റ് ഒന്ന് പറ്റി മട്ടർ പനീർ ആക്കിയിട്ടുണ്ട്. മട്ടർ പനീർ അതൊന്നും പതിവ് പോലെ അയാൾ വന്നു. ഉള്ളി വന്നു, നാരങ്ങ വന്നു, അച്ചാർ വന്നു. ഉള്ളിയൊക്കെ കൂടി വലുപ്പം കൂടുണ്ട്. ഓരോ നോർത്തേക്ക് എത്തുന്നതിനനുസരിച്ച്, മേലോട്ട് കയറാൻ. കാശ്മീരെത്തുമ്പോൾ എന്താ സംശയം പറയുന്നത്, കാശ്മീരെത്തുമ്പോൾ ടേബിൾ മേല് മുഴുവനായിട്ട് പോലെ ഉള്ളി കൊണ്ടേക്കാൻ മതിയാ. അഫ്ഷാനത് വലുപ്പം അധികമായിട്ട് മുറിക്കുക സ്പൂണുകൊണ്ട്. അച്ചാറും കൂട്ടി ഉള്ളി വന്നിട്ട് അച്ഛന്മാര്. ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി. ബട്ടർ കുഴപ്പമില്ല, പക്ഷെ സംസു ഡിസപ്പോയിന്റഡ് ആണ്. സംസു എന്തൊക്കെയോ ആവണ്ട്. ഓനാദ്യം ഹൈദരാബാദി ബിരിയാണി കണ്ടപ്പോഴേ വിഷമായിക്കണേ. പിന്നെ തിന്ന് കഴിഞ്ഞപ്പോ നല്ല വിഷമായി. ഏതായാലും ഞങ്ങൾ പോട്ടെ. ഏതായാലും ഇന്ന് നേരം റൂമുക്ക് പോയി കിടന്നുറങ്ങട്ടെ. വാ, കയറി സംസു, കയറി പോ.